ഹലോ ഗായ്സ്, എല്ലാവർക്കും അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. കപ്പും കൊണ്ട് നമ്മുടെ ജിൻഡോ ഇന്ന് വൈകിട്ട് ഒരു 5:30യോടുകൂടിയൊക്കെ എയർപോർട്ടിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മള് ജനങ്ങള് ആഗ്രഹിച്ച പോലെ തന്നെ നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെ കപ്പ് കിട്ടി. പിന്നെ ഒരു സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 100 ദിവസം നമ്മൾ ആ ഒരു ഷോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നമുക്കൊരു എന്താ പറയാ, ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു അത് കണ്ടിരിക്കാൻ. അവരുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ ജിൻഡോയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞല്ലോ നോക്കുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. എന്തായാലും സാരമില്ല, ഇതൊരു ഗെയിം അല്ലേ. അപ്പൊ എന്തായാലും 100 ദിവസം കഴിഞ്ഞിട്ട് അവരവരുടെ യഥാർത്ഥ ജീവിതത്തിലേക്ക് അവർ പോവുകയാണ്. അതില് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും എന്തോ ആ ഒരു അച്ഛനും അമ്മയും ഇന്നലത്തെ എന്താ പറയാ, അവരുടെ വീട്ടിൽ ഭയങ്കര ആഘോഷമായിരുന്നു. അതായത് നമ്മുടെ ജിൻഡോയുടെ വീട്ടില് ഇന്നലെ ഭയങ്കര ആഘോഷമായിരുന്നു. അത് ആ അച്ഛനും അമ്മയുടെ ആ ഒരു സന്തോഷം കാണുമ്പോൾ ഉണ്ടല്ലോ, അവരുടെ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവര് ജിൻഡോയ്ക്ക് ആ കപ്പ് ലാലട്ടം കൊടുക്കുന്ന ആ ഒരു സംഭവം അത് ടിവിയില് പുറത്ത് എല്ലാരും കൂടി ജനങ്ങള് നാട്ടുകാരൊക്കെ കൂടി ഇരുന്ന് കാണുമായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ആ അച്ഛന്റെ അമ്മയുടെ മുഖത്തുണ്ടായ അവരുടെ ഒരു സന്തോഷം അതൊന്നും കാണണ്ട തന്നെയായിരുന്നു. എന്റെ പൊന്നെ, എനിക്ക് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ ഒരുപാട് സന്തോഷം കൊണ്ടുള്ള ഒരു കരച്ചിൽ പോലെ തോന്നി കേട്ടോ. അപ്പൊ എന്തായാലും അർഹിച്ച ആൾക്ക് തന്നെ നമ്മുടെ കപ്പ് കിട്ടി. എന്തായാലും ഈ ഒരു കാര്യത്തില് ബിഗ് ബോസ് കള്ളക്കളി ഒന്നും കാണിച്ചില്ല. യഥാർത്ഥ വിജയിക്ക് തന്നെ ആ ഒരു കപ്പ് കൊടുത്തു. അതിൽ നമുക്ക് വളരെ അധികം സന്തോഷം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ജാസ്മിൻ ഇന്ന് രാവിലെ തന്നെ അവിടുന്ന് ചെന്നൈയിൽ നിന്നും പോകുന്നു കേട്ടോ. അപ്പൊ ഇന്ന് അവര് എയർപോർട്ടിലെത്തി, കൊച്ചി എയർപോർട്ടിലെത്തി. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ ദിയാസുന ചേച്ചിയാണ് നമ്മുടെ ജാസ്മിന്റെ കൂടെ. ദിയാസുന ചേച്ചിയും അതുപോലെ തന്നെ നമ്മുടെ റസ്മിൻ ബായും ആണ് നമ്മുടെ ജാസ്മിന്റെ കൂടെ വലം കൈയും ഇടം കൈയും ആയിട്ട് എത്തിയത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം. നമ്മുടെ ജാസ്മിന്റെ PR വർക്ക് ചെയ്തത് വേറെ ആരുമല്ല, ദിയ സന എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരി തന്നെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ അവരുടെ ആ ഒരു എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്ന ആ ഒരു സംഭവം അതെല്ലാം കാണുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്താ പറയുക അല്ലേ. അപ്പൊ എന്തായാലും ജാസ്മിന്റെ വാപ്പയും അനിയനും ഈ ദിയാസനയും റസ്മിനും ഇവർ ഒരുമിച്ചാണ് വന്നത്. അപ്പൊ വന്നപ്പോ തന്നെ സ്വീകരിക്കാൻ ഒരുപാട് മീഡിയക്കാരുണ്ടായിരുന്നു. അപ്പൊ വന്നപ്പോ തന്നെ നമ്മുടെ ജാസ്മിന്റെ ഫാൻസ് അസോസിയേഷനിലുള്ള കുറച്ച് പേരൊക്കെ വന്നിട്ട് മാല, ബൊക്ക, ഇവിടെ ഒരു മറ്റേ കിരീടം പോലത്തെ സാധനം, മറ്റേ ഇതൊക്കെ പുതച്ചു കൊടുത്തു, ഉടയാടെ പട്ട എന്തൊക്കെ പുതപ്പിച്ചു കൊടുത്തു. എന്റെ പൊന്നെ, എന്തൊരു സ്നേഹം. ഒന്നുമല്ല. ഇന്ന് നമ്മുടെ ജിൻഡോ വൈകുന്നേരം വരുമ്പോൾ ഉള്ള ആ ഒരു സംഭവം ഒന്ന് കാണണ്ട തന്നെയാ. പക്ഷെ അത് നേരിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. കാരണം നമ്മള് കൊച്ചി എയർപോർട്ടിൽ പോകണം കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആലപ്പുഴയിലാണ്, നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ല. നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നുമില്ല. നമുക്കൊക്കെ പോകണമെങ്കിൽ വല്ല ബസ്സൊക്കെ പിടിച്ച് പോകണം. കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. എന്തായാലും സാരമില്ല, നമുക്ക് ഓരോരുത്തരും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമല്ലോ, അതിലൂടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ജിൻഡോ വരുന്നതും ജിൻഡോയുടെ ആ ഒരു അച്ഛനെ അമ്മേനെ കാണുന്ന ആ ഒരു രംഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആകാംക്ഷയിലാണ്. നമ്മളെപ്പോലുള്ള ഒരുപാട് പ്രേക്ഷകരെ ആ ഒരു രംഗം ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോ ഇന്നലെ ആ ഒരു കപ്പ് ഉയർത്തിയ സമയത്ത് എന്ത് സന്തോഷം അറിയത്തില്ല. ഞങ്ങളിവിടെ എന്താ പറയാ, നമ്മൾ ആ ഒരു രംഗം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ ഒരു രംഗം കണ്ടപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സങ്കടവും എല്ലാം വന്നു. കാരണം വേറെ ആരുമല്ല, അതിന് അർഹതപ്പെട്ട ആ ആളുടെ കയ്യിൽ തന്നെ ആ ഒരു കപ്പ് കിട്ടിയല്ലോ എന്ന് ഓർക്കുമ്പോ സന്തോഷം തോന്നി. ഇത് ജനങ്ങളുടെ വിജയമാണ്, സാധാരണക്കാരായ ജനങ്ങളുടെ വിജയം തന്നെയാണ് നമ്മുടെ ജിൻഡോ ജയിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ ജാസ്മിനും റസ്മിനും അതുപോലെ ബാക്കി എല്ലാ മരവാഴകളും നോക്കിയിരുന്ന് മോങ്ങട്ടെ. മണ്ടൻ, പൊട്ടൻ, കള്ളൻ, അങ്ങനെ എന്തൊക്കെ പറഞ്ഞാണ് ആ മനുഷ്യനെ ഇവര് വേദനിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവര് വിചാരിച്ച എന്തോന്നറിയാ, ഇയാള് ജയിക്കാനൊന്നും പോകുന്നില്ല, ഇയാൾ കുറച്ച് നാൾ കഴിയുമ്പോ എവിക്റ്റായി പോകുന്ന ഇങ്ങനെയൊക്കെ പുള്ളിയെ വിളിച്ചവര് വിചാരിച്ചിരുന്നു. പക്ഷെ അവരെല്ലാം പോയി. പക്ഷെ ജിൻഡോ അവിടെ തന്നെ നിന്നു, ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഗെയിം കളിച്ച് 100 ദിവസം വരെ എത്തി. ഇത്രയും ജനങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം പിടിച്ചു പറ്റി പുള്ളി തന്നെ ആ ഒരു ബിഗ് ബോസിന്റെ വിന്നറായി. എന്താ ഒരു സന്തോഷം. എനിക്ക് തോന്നുന്നു ഇത്രയും സീസണില് ഈ ഒരു സീസൺ കുറച്ച് പ്രത്യേകതയായിരുന്നു. എന്നാൽ ഈ ഒരു സീസൺ ആയിരുന്നു ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായത്. എങ്കിൽ പോലും ജനങ്ങളുടെ ഒരുപാട് സപ്പോർട്ട് കിട്ടിയ ഒരു സീസൺ എന്ന് പറയുന്നത് ഈ ഒരു ബിഗ് ബോസ് സീസൺ 6 തന്നെയായിരുന്നു. അത് ഇന്നലെ ലാലേട്ടൻ ഫിനാലയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, ഈ ഒരു സീസണിൽ ഭയങ്കര റേറ്റിംഗ് ആയിരുന്നു ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ ഭയങ്കര സപ്പോർട്ടിങ്ങും വോട്ടിംഗ് ഒക്കെ ഈ ഒരു സീസണിൽ ഭയങ്കര കൂടുതലായിരുന്നു. കാരണം വേറൊന്നുമല്ല, ജാസ്മിനെ ജയിപ്പിക്കും, ബിഗ് ബോസ് ജാസ്മിനെ ജയിപ്പിക്കും എന്നുള്ള രീതിയിലുള്ള കുറെ ന്യൂസുകളൊക്കെ നമ്മൾ കേട്ടിരുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും കള്ളക്കളി
നടക്കുമോ എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ ജിൻഡോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് ജിൻഡോയെ വിജയിപ്പിച്ചത്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട്, ഇത് എന്താ പറയാ, എന്റെ നാടിന്റെ വിളക്കായി ഞാൻ മാറി എന്ന് പറയുന്നത് കറക്റ്റ് കാര്യമാണ്. കാരണം ആ ഒരു ജിൻഡോയുടെ ആ ഒരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. കാരണം അവരുടെ ആ ഒരു നാട്ടിലെ ഒരു ആള്, ഒരു സാധാരണക്കാരനായ മനുഷ്യൻ ബിഗ് ബോസിൽ പോയി അതിൽ 100 ദിവസം നിന്ന് ഗെയിമും കാര്യങ്ങളെല്ലാം ചെയ്തു, അതിന് വിന്നറായി ജനങ്ങള്, അതായത് കേരളം മൊത്തം അറിയുന്ന ഒരു മനുഷ്യനായിട്ട് മാറി എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും ജാസ്മിനും പിന്നെ ബാക്കി ജാസ്മിന്റെ ഫാൻസ് ഒക്കെ ഇപ്പൊ ഇരുന്ന് പോകിക്കൊണ്ടിരിക്കട്ടെ. ഇനിയിപ്പോ നമ്മുടെ ജിൻഡോ കപ്പും കൊണ്ട് പോണത് നോക്കിയിരുന്നാ മതി. 50 ലക്ഷം രൂപയും കപ്പും ഒക്കെ കിട്ടി പുള്ളി സന്തോഷമായി. പുള്ളി ആ ഒരു 100 ദിവസം അവിടെ നിന്ന് കുറെ അധികം വിഷമങ്ങൾ അനുഭവിച്ചു എങ്കിൽ പോലും പുള്ളിക്ക് അതൊരു വലിയ സന്തോഷത്തിനുള്ള ഒരു അവസരം തന്നെ ആയി. ഇനിയിപ്പോ പുള്ളി, എൻ്റെ ഒരു മനസ്സിൽ എനിക്ക് തോന്നുന്നത്, ഒരുപാട് പേരെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പുള്ളി ഒരു പാവം മനുഷ്യനാണ്. അപ്പൊ പാവങ്ങളെയൊക്കെ സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുവാണെങ്കിൽ അത് നല്ലതേ വരുത്തത്തുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ജാസ്മിന്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ അർജുൻ ഫാൻസ് ഒന്നും അത്ര വലിയ പ്രശ്നമില്ല. ജാസ്മിൻ ഫാൻസ് ആണ് കിടന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ദിയാസന ചേച്ചി, ഒയ്യോ ഇനിയിപ്പോ എന്തൊക്കെയാണ്, ഇനിയിപ്പോ ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങളൊക്കെ. എന്താണ് ജാസ്മിന്റെ വാപ്പ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്, കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജാസ്മിന്റെ വാപ്പായും നമ്മുടെ അണ്ണൻ അരിയണ്ണനും കൂടെ പറഞ്ഞിരിക്കുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ ഇനി പറയാനുണ്ട്. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ എന്നാ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പറയാൻ പോകുന്നത്. ഇവരിനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ അത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. നമ്മളെല്ലാവരും പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം കൂടെ ഗബ്രിയുടെ റീ എൻട്രി ബിഗ് ബോസിൽ നടന്നപ്പോഴും അതിനുശേഷം 2 ദിവസവും രണ്ടുപേരും കൂടെ അവിടെ എന്തൊക്കെ കാണിച്ചതെന്നുള്ളത് നമ്മളെല്ലാവരും കണ്ട. കുറച്ചുകൂടെ വോട്ടാ ജാസ്മിന് കിട്ടി. എനിക്ക് തോന്നുന്നു അതായത് റണ്ണറപ്പ് ആയിട്ട് അർജുന്റെ സ്ഥാനത്ത് ജാസ്മിനായിരുന്നു വരേണ്ടത്. പക്ഷെ ആ ഒരു ചാൻസ് ജാസ്മിനായിട്ട് കളഞ്ഞതാ. കാരണം രണ്ടാമത് ഗബ്രി വന്നപ്പോഴും ഗബ്രി ആയിട്ടുള്ള എന്താ പറയാ ആ ഒരു റിലേഷൻ ഭയങ്കരമായിട്ട് ജാസ്മിന്റെ ആ ഒരു സപ്പോർട്ട് വീണ്ടും കുറച്ചു, ജാസ്മിനുള്ള വോട്ട് കുറഞ്ഞു. അതുകൊണ്ടാണ് ജാസ്മിൻ 3ാം സ്ഥാനത്തേക്ക് പോയത്. കുഴപ്പമില്ല, അർഹിച്ചതേ കിട്ടത്തുള്ളൂ. ഭയങ്കര അഹങ്കാരമായിരുന്നു. എന്തൊക്കെ അഹങ്കാരായിരുന്നു. ആ ജിൻഡോന് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കണ്, നോക്കിയിരുന്നു മോങ്ങിക്കൊണ്ടിരുന്നോ.